മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. സഹിക്കാൻ പറ്റാത്ത ഒരുപാട് വേദനകളുമായിട്ട്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും വേദനയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് പരമാവധി ചികിത്സകൾ ചെയ്തിട്ടും ഭേദമില്ലാത്ത ആളുകളുണ്ട്. അത് ചില പ്രത്യേക സമയങ്ങളിൽ അവർക്ക് ആ ശരീരത്തിൻ്റെ ആ വേദനകളോ അല്ലെങ്കിൽ ക്ഷീണങ്ങളോ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, കിടക്കാൻ തോന്നുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഡിറ്റ് പോകാനായിട്ട് തോന്നുക, അങ്ങനെ ഉള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാവും തുടക്കത്തിലൊക്കെ. പിന്നെ അതിന് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥകൾ വരിക. അത് എന്താണെന്ന് നോക്കുമ്പോൾ അവസാനം എത്തുക ഏതെങ്കിലും ചില ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങളിലേക്കോ അല്ലെങ്കിൽ രക്ഷസ് പോലുള്ള ദുരിതങ്ങളിലേക്കോ സർപ്പങ്ങളുടേതായ ബുദ്ധിമുട്ടിലേക്കാണ് അവസാനം എത്തുക. അപ്പൊ ഈ പ്രേത സാന്നിധ്യങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ, രക്ഷസിന്റെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിനെ വല്ലാതെ അലോരസപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. ശരീരത്തെ പിടിച്ച് അമർത്തുക, അല്ലെങ്കിൽ ശ്വാസം ഇഷ്ടപ്പെടുക, ശ്വാസം കിട്ടാതെ കിടന്നിട്ടുള്ള ഒരു തരം സംഭവങ്ങൾ. സാധാരണ ഒരു ദുരിതമായിട്ടുള്ള ഒരു ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതത്തിനെയും കാട്ടിയും രക്ഷസിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കടുത്ത ഒരു മാനസിക പ്രശ്നങ്ങളാണ് അനുഭവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം കിട്ടാതെ നെഞ്ചടച്ചു പോകുന്ന പോലെ, അല്ലെങ്കിൽ ശരീരത്തിൽ വളരെയധികം ശക്തി, എന്ത് ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും അത് പെട്ടെന്ന് മുഖത്തോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷയിലോ അത് അറിയാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾക്ക്. അപ്പോൾ പലതും ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് നോക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ കർമ്മങ്ങൾ ചെയ്താലും വിട്ടുപോകാത്ത ചില അവസ്ഥകളുണ്ടായിരിക്കും. അപ്പൊ അതിന് ചില ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്താലും തിരികെ ആ വീട്ടിലേക്ക് തന്നെ വന്നു ചേരുമ്പോൾ അവിടുത്തെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ വന്നു പെടുന്നത്. ചിലത് ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോകാത്തോ അല്ലെങ്കിൽ കുടിയിരുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാത്തതുകൊണ്ടായിരിക്കും. വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് മാത്രം ചിലപ്പോൾ ആവാഹിച്ച് നീക്കി കഴിഞ്ഞാൽ കൃത്യമായി കൊള്ളുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉള്ള ദോഷത്തിന് പൈസ കൊഴിഞ്ഞ് ഏതെങ്കിലും അമ്പല പെണ്ണാരത്തിലൊക്കെ കൊണ്ടുപോയിട്ടു, ക്ഷേത്ര പെണ്ണാരത്തിൽ കൊണ്ടുപോയിട്ടു, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയിട്ടു, അങ്ങനെയൊക്കെ വന്നാൽ കൃത്യമായിട്ട് വിട്ടുമാറില്ല അത്. അപ്പൊ അതിനെ ആ ബന്ധത്തോട് കൂടിയിട്ട് ഈ പ്രേതബന്ധം അല്ലെങ്കിൽ മറ്റെന്താണെന്നുള്ള ആദ്യം തിരിച്ചറിയണം. ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ഇതിന്റെ കൃത്യമായിട്ട് കർമ്മത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഒപ്പം ഉപദ്രവിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതില് ഇങ്ങനെ പ്രേത ദുരിതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിലും കൃത്യമായിട്ട് സത്യമുണ്ടോ എന്നുള്ളത് അറിയണം. അത് രോഗം തന്നെയാണ് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചികിത്സകൾ തന്നെ ചെയ്യണം. രോഗം അല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ള രീതിയിൽ നോക്കാനായിട്ട് പാടുള്ളൂ. ചിലപ്പോൾ രോഗവും ഈ ശരീരത്തിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ, വേദനകൾ, വാതരോഗം പോലുള്ളത് വരാം, കാൽസ്യക്കുറവ് കൊണ്ടുവരാം, മറ്റേതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം. അതൊക്കെ ഇല്ല എന്ന് 100% ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ ഇതിനെ ശ്രമിക്കുന്നുള്ളൂ. കാരണം എല്ലാ രോഗം ഇതേപോലെ തന്നെ ബാധ ഉപദ്രവം ആവണം എന്നില്ല. നമ്മള് അത് നോക്കി കർമ്മങ്ങൾ ചെയ്തു, ആ കർമ്മം ചെയ്തു, ഈ കർമ്മം ചെയ്തു, ചിലപ്പോൾ ഏതെങ്കിലും മരുന്നുകൊണ്ട് ബാധമാവുന്നതാവും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനിയിപ്പോ ഈ ബാധാദോഷങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെ വരാം. ഇങ്ങനെ വരുമ്പോ എത്ര ചികിത്സിച്ചാലും അതിന് കൃത്യമായിട്ടുള്ളതായൊരു ഇന്നതാണ് എന്നുള്ളൊരു ഡോക്ടർക്ക് വരെ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ദുരിതങ്ങൾ, ഞാൻ പറഞ്ഞു, ശത്രുദോഷങ്ങളൊക്കെ വരാം, പ്രേതദോഷങ്ങൾ വരാം, മൂർത്തിലുള്ള ഭാഗങ്ങളൊക്കെ വരാം. നമ്മൾ ഇല്ലാന്ന് വെക്കലല്ല, ഉണ്ട്. അപ്പൊ അതിന് ഉണ്ടെങ്കിൽ മാത്രം, കാരണം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തോലോ അഭിചാര പ്രവർത്തനങ്ങൾ ചെയ്തോലോ അതിന് ആ വ്യക്തികൾക്ക് ആർക്കാണെങ്കിൽ കൃത്യമായിട്ട് ഇന്ന് അനുഭവിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിനെ എന്താന്ന് പറഞ്ഞാൽ ചികിത്സ കൊണ്ട് മാത്രമാകില്ല. ആ മറ്റുള്ളതായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിനെ അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന മരുന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഫലിക്കും. രോഗമായി കഴിഞ്ഞാൽ, ഒരു മുള്ളു കുത്തി കഴിഞ്ഞാൽ അത് കയ്യോടെടുത്ത പ്രശ്നമില്ല. അത് 4 ദിവസം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ ആ പഴുപ്പ് കയറാനായിട്ട് തുടങ്ങും. പിന്നെ കാല് മുറിക്കിലേക്ക് എത്തുക, വിരല് മുറിക്കലോ കാല് മുറിക്കലേക്ക് എത്തുക. അങ്ങനെ സംഗതിയിൽ മുള്ള കുത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ തന്നെ
പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് രോഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ രോഗത്തിന്റെ വഴിക്ക് പോകും. അപ്പൊ അത് മുഴുവനും ചിലപ്പോൾ മരുന്നുകൊണ്ട് അല്ല ഈ കർമ്മങ്ങളെ കൊണ്ട് മാറിക്കൊള്ളണമെന്നില്ല. കർമ്മങ്ങൾ ചെയ്ത് അതിലുള്ളതായ മറ്റു ദുരിതങ്ങളുണ്ട്, മൂർത്തികളുണ്ട്, മാറ്റി മരുന്നും കഴിക്കുക. അപ്പൊ രണ്ടും കൂടിയിട്ടായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഭേദമാകുന്ന പറയുന്നവരുണ്ട്. അത് ഒരു ബുദ്ധിമുട്ട് വിഷമമുള്ള കാര്യങ്ങൾ. കാരണം പ്രാർത്ഥന കൊണ്ടൊന്നും ഭാഗമാവില്ല. ഇപ്പൊ ഇതായാലും ശരി, ചികിത്സയായാലും ശരി, ചെയ്യുന്ന സമയത്ത് ഭഗവാനെ അല്ലെങ്കിൽ പിതാവെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്, എൻ്റെ കാര്യങ്ങൾക്ക്, എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് നല്ലത് വരുത്തി തരണേ എന്ന് പറയാം. അത് പ്രാർത്ഥന മാത്രമാകുമ്പോൾ മരുന്നുമില്ല ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആയിരുന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ചില പ്രേത സാന്നിധ്യങ്ങളോ ദുരിതങ്ങളോ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വരുന്ന വഴിയിൽ, ആ വരുന്ന വഴിയിലേക്ക് ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നതായ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യം ഇയാളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് വന്ന ആൾക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പിടുത്തം വിട്ടു പോകില്ല. എൻ്റെ അടുത്തേക്ക് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വണ്ടിയിൽ പോവുക. അപ്പൊ ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൂ, വല്ല ഇരുട്ടല്ല, എന്നാൽ പകല് വിട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ഇരുട്ടായിട്ടില്ല, എന്നാൽ ലൈറ്റ് ഇടാണ്ട് പോകാനും പറ്റില്ല. അങ്ങനത്തെ വഴി അങ്ങനത്തെയാ. അവര് യാത്ര ചെയ്യായിരുന്നു, വീട്ടിലേക്ക് പോവുക. അപ്പൊ കുറച്ച് ഇടുങ്ങിയ വഴിയുണ്ട്. അതിലെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലിരിക്കുന്ന പെൺകുട്ടി, ഭർത്താവ് വണ്ടി ഓടിക്കുന്നു, ഭാര്യ ബാക്കിലിരിക്കുന്നു. അങ്ങനെ ഒരു തിരിവ് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേകിച്ചൊരു റിഫ്ലക്ഷൻ ആൾക്ക് തോന്നി. എന്തോ ഒരു സാധനത്തിന്റെ എന്തെങ്കിലും വണ്ടിയുടെ ലൈറ്റ് അടിച്ചിട്ട് എന്തോ ഒരു അതായത് മൃഗങ്ങളുടെ കണ്ണിലേക്ക് വെളിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശം പോലെ പെട്ടെന്ന് ആൾക്ക് തോന്നി. അങ്ങനെ തോന്നി നോക്കുമ്പോൾ ആള് ഒന്ന് പേടിച്ചു. പിന്നെ ആ ആള് അങ്ങനെ തിരിഞ്ഞു പോയാലും ഇയാൾക്ക് തിരിഞ്ഞ് ഇതിന് മാത്രം നോക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴും ഇയാൾ വണ്ടി വന്ന് നന്നായി തിരിഞ്ഞു വെക്കി ആ സാധനത്തിന്. പിന്നെ എന്തിനെനിക്ക് തോന്നിയതാവുന്നുള്ളൂ. അപ്പൊ ആ സാധനം വലുതാവാനായിട്ട് തുടങ്ങി തന്നെയല്ല, ആ ദൃഷ്ടി അയാളൊപ്പം വന്നുകൊണ്ടിരിക്കുക എന്നാണ്. ആളെ പേടിച്ച് കരഞ്ഞു. അങ്ങനെ ഭർത്താവ് വണ്ടി നിർത്തി, ഭർത്താവ് നോക്കി. ഭർത്താവിന് കാണാനില്ല, പക്ഷെ ഇയാൾക്ക് കാണാണ്ട്, ഭാര്യയ്ക്ക് കാണാണ്ട്. ഭർത്താവിനെ അവിടെ തെരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. എനിക്ക് ഭ്രാന്താന്ന് വെറുതെ തോന്നിയതാന്ന് പറഞ്ഞു. വീണ്ടും ഇദ്ദേഹത്തിന് പിന്നിൽ ആരുണ്ട്, ആളുണ്ട് പിന്നിലുണ്ട്. ഇയാൾക്ക് ബലമായ സംശയം. ആളിങ്ങോട്ട് ഇരുന്നാലും കാഴ്ച ആളുടെ കണ്ണിൽ വന്നിട്ട് തട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞപ്പോൾ അങ്ങനെ വണ്ടിയുടെ ബാക്കിലുണ്ട് സാധനം, കറുത്തിട്ടുള്ള രൂപം. പിന്നെ അത് വന്ന് കഴിയുമ്പോൾ അയാളാകെ വയലൻ്റായി. എടുത്തെറിയലും ദേഷ്യപ്പെടലും ആറിനായിട്ടിലും കണക്ഷനില്ല, മിന്നണില്ല, അകത്ത് ഒറ്റയ്ക്കിരിക്കുക. അല്ല അവസാനം അതിന് വാതിലടച്ചിട്ട് പൊട്ടി ഇടേണ്ടി വന്നു. അങ്ങനെ ഇത് വരുന്ന സമയത്ത് പ്രത്യേക ഒരു രൂപമാറ്റാണ്, ഭാവ വ്യത്യാസങ്ങൾക്ക്. അയാൾ എന്ത് ചെയ്യും, എന്ത് പറയുന്നത് അറിയാൻ പറ്റുന്നില്ല. അയാൾ പ്രത്യേക ഒരാളായിട്ട് മാറുക. അതുവരെ ഉണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും അല്ല. അങ്ങനെ ആയിട്ട് എന്തെന്ന് പറയണോ, ഒരു 2 ആഴ്ചയോളം അവർ അഡ്ജസ്റ്റ് ചെയ്തു. പല കർമ്മങ്ങളൊക്കെ ചെയ്തു. അവർക്കറിയാവുന്ന തരത്തിലുള്ള വഴിപാടുകളും ഒക്കെ കൊടുത്തു. അമ്പലങ്ങളിൽ പോയി സുഖമാണെന്ന്. അങ്ങനെ എൻ്റെ അരികെ വരികയുണ്ടായി. വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാണ്ട് ഇനി വിട്ടുപോയില്ല എന്ന് മനസ്സിലായി. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്ഷസിന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മൾ ഇടയ്ക്കുള്ളതാണ്. ആ പ്രത്യേക ചില സന്ദർഭങ്ങളിൽ ആർക്കാണോ അത് കിട്ടാനുള്ള യോഗജ്ഞ അവർക്ക് കിട്ടുക. അപ്പൊ അതിന് ബാധകൾ വരാനുള്ള സംഗതികളൊക്കെ പറയും. സമയങ്ങള് 7:30 വെളുപ്പിന് നട്ടുച്ച നേരത്ത്, നടുകൊണ്ട പാതിരയ്ക്ക് മൂവന്തി നേരത്ത്, ഈ സമയങ്ങളിലൊക്കെയാണ് അവരുടെ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ അവർ പുറത്തൊക്കെ ഇറങ്ങിയ നടക്കുന്ന സമയം. അതിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വിട്ടിട്ടുള്ളവരോ വരുന്നവരുടെ പവർ അനുസരിച്ചോ ഇത് കിട്ടുന്ന വ്യക്തികളുടെ സമയദോഷം അനുസരിച്ചോ പെട്ടെന്ന് അത് പേടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ആ ശരീരത്തിലേക്ക് അവിടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർക്കൊരു സ്ഥാനം ആ ശരീരത്തിലുള്ള പോലെയാണ്. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവമായിട്ട് മാറുക. നമ്മളൊക്കെ നാഗവല്ലിയുടെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗംഗ ആ രൂപമാറ്റം സംഭവിക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ അങ്ങനെ സംസാരിച്ചാൽ കയറുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് അകാരണമായിട്ട് സംസാരിച്ച് പെട്ടെന്ന് വൈലന്റ് ആവുക. അതേപോലെ തന്നെ അവർ ഇറങ്ങുകയും ചെയ്യും. വീണ്ടും സംസാരിച്ചു പെട്ടെന്ന് ഒന്ന് കയറുക. അങ്ങനെ അപ്പൊ ഇത് ഈ രൂപത്തിലായി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആൾ കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ട് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലോടുന്ന രക്തം പോലെയൊക്കെ ആയിരിക്കും
അത് വിട്ടുപോയില്ല. അപ്പൊ ആ സമയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ ആ സുഖനുഭവിച്ച്, ശരീരത്തിലെ സുഖനുഭവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വരെ ചിലത് അങ്ങനെയാ. ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കഴിച്ച് അവര് ഇത് ഏറ്റിട്ടുള്ള ആള് എത്ര ഭക്ഷണം കഴിച്ചാലും ആൾക്ക് മതിയാവില്ല. വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എവിടേക്കാ പോകണമെന്ന് ചോദിക്കും വീട്ടുകാര്. അപ്പൊ എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് പിടിക്കില്ല, വയറൊന്നറിയില്ല. അല്ലെങ്കിൽ അവരായിട്ട് ലൈംഗിക വീഴ്ചയ്ക്കാവും ഇഷ്ടമായിരിക്കും. സമയാസമയങ്ങളിൽ വരും. അവർ ഉദ്ദേശിച്ച പോലെ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ സാധാരണ സ്ത്രീ പുരുഷന്മാർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ അവർ കൈകാര്യം. ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒഴിവാക്കിയാലും പോവില്ല. അവരുടെ മരണശേഷം അവരുടെ ആത്മാവായിട്ട് ഈ രണ്ടാത്മാവും കൂടിയിട്ട് വിട്ടു പോകുള്ളൂ. അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഏതൊരു കർമ്മിയും അതിനെ ഒഴിവാക്കാനായിട്ട് നോക്കരുത് എന്നുള്ളതുണ്ട്. കണ്ട, അത് എഴുതി ചെയ്തിട്ട് കാര്യമില്ല എന്നർത്ഥം. അത് ആളങ്ങനെ ഒരു പ്രത്യേക ഒരു മൂടലായിട്ട് പോകും. ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്ന നിർഭാഗ്യവശാലോ ഇത്തരം ആളുകൾ വീട്ടുകാർക്ക് തീരെ വിശ്വാസം ഉണ്ടാവില്ല. അതൊക്കെ അവളുടെ കുടുംബ അവളെ ഇതല്ല. അപ്പോൾ ഞങ്ങള് അവൾക്ക് ചെയ്യാത്ത ഒന്നുമില്ല. ഒരുപാട് സ്ഥലത്ത് പോയി. അവൾ അങ്ങനെ തന്നെയാണ്. അവൾ കുളിക്കില്ല, തിരുമ്പില്ല, ആര് പറഞ്ഞാൽ കേൾക്കില്ല, അവൾ അതിൻ്റെ അകത്തുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ചത്തനം ചേർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അപ്പൊ അത് കല്യാണം കഴിച്ചവർക്കായാലും കഴിക്കാത്തവർക്കായാലും ശരി. ചിലർക്ക് കല്യാണം കഴിക്കാത്തവരുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പൊ കർമ്മികളെടുത്ത് പോയി അവർ കർമ്മം ചെയ്യും. ആ കർമ്മം ചെയ്ത് വന്നു, വീണ്ടും കൂടുതലായി വീണ്ടും വേറെ കർമ്മം ചെയ്യും. അതുപോലെ കഴിയും. വേറെ വ്യക്തി പറയുന്നു അത് അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കൃത്യമാകില്ല. അപ്പൊ ഇത് കിട്ടാനൊക്കെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ വീട്ടില് ധർമ്മദൈവാദികളുടേതായ ചില ദുരിതങ്ങളെ കൊണ്ട് എന്തും ഏൽക്കാം എന്നുള്ളൊരു അവസ്ഥയിരിക്കുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ വരും. കാരണം അവരുടെ ധർമ്മദൈവാദികൾക്ക് വന്ന ക്ഷീണം, അതായത് അവരുടെ വെളുക്കില്ല, കാര്യങ്ങളില്ല, കർമ്മങ്ങളില്ല. അങ്ങനെ വരുമ്പോ അങ്ങനെ ദൈവങ്ങൾക്ക് കർമ്മമില്ല, വെളുക്കില്ല, പൂജയില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ദുരിതങ്ങള് ഇദ്ദേഹത്തിന് മാത്രമല്ല ആ കുടുംബത്തിലെ പല ആളുകൾക്കും പല തവണയിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ചിലവർക്ക് വളരെ നിസ്സാരമായിട്ട് അത് വിട്ടിട്ടുണ്ടാകും. വളരെ നിസ്സാരമായിട്ട് വിട്ടിട്ടുണ്ടാകും. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആണ് എന്ന് തന്നെ ആരെങ്കിലും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു വിട്ടു കൊടുക്കില്ല. അതൊന്നുമില്ല, അത് അവളുടെ കുടുംബാന്ന് പറയും. അങ്ങനെ അവസാനം ആർക്കും അത്രയും വേണ്ടപ്പെട്ടവർക്കാവും ശരിക്ക് പിടിക്കുക. അത് അവരിൽ കൂടിയാവും പിന്നെ നന്നാവും. കാരണം ആ വ്യക്തിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ പെങ്ങളല്ലേ, എന്തായാലും മോളല്ലേ, എന്തായാലും എൻ്റെ അമ്മയല്ലേ, എൻ്റെ ഭാര്യയല്ലേ. അവർക്ക് വരുമ്പോൾ ഒഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവരിൽ കൂടിയാവും ഈ ധർമ്മദൈവങ്ങൾക്ക് അവിടെ നല്ലൊരു ശാശ്വതമായിട്ടുള്ളൊരു നല്ലൊരു അവസ്ഥ വരികയാണ് ഈ ദോഷങ്ങൾ തീർന്നതിനൊക്കെ. അപ്പൊ ഈ ധർമ്മദൈവങ്ങൾ ഈ വന്നിരിക്കുന്ന സ്ഥാനത്തിന് മാത്രം ചിലപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു വാടകയ്ക്ക് ഇരിക്കുന്ന വീട്ടിലെ ആളുകളാണ് വെച്ചാൽ ആ ധർമ്മദൈവങ്ങൾ ആ കുടുംബത്തില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് വെച്ചെങ്കിൽ ഇതിന്റെ ആളുകളൊക്കെ ഒഴിവാക്കി പോയി അല്ലെങ്കിൽ വിറ്റുപോയിട്ടുള്ളതാണെങ്കിൽ ഇതിനെന്ത് ചെയ്യും? ഇതോട് കൂടിയിട്ടാവും ചിലപ്പോൾ രക്ഷസ് ഉണ്ടാവുക. അപ്പൊ രക്ഷസിനെ മാത്രം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വിട്ടുപോയിക്കൊള്ളുന്നില്ല. ആ സ്ഥലത്തുള്ളതായ ധർമ്മദൈവാദികളോ അവരെ പൂർവികരായിട്ട് കല്ലുംകരികളൊക്കെ വെച്ച് തലമുറകളായി കൈമാറി വന്നിരുന്നതായ ആ മന്ത്രസ്ഥാനത്തിന് ഏതെങ്കിലും കാരണവശാൽ ഇവര് സ്ഥലം വിറ്റു പോകുമ്പോഴോ ഒഴിവാക്കി പോകുമ്പോഴോ ഇതിന് ചിലപ്പോൾ അവിടെ ഇട്ടിട്ടോ പോവുക. ചിലപ്പോൾ അത് ആവാഹിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. പക്ഷെ ഈ മണ്ണൊന്നും വിട്ടുപോയില്ല. അങ്ങനെ ഇതെല്ലാം ചേർന്ന് നടക്കുന്ന സമയത്തോ നിർഭാഗ്യവശാൽ ഇതേപോലെ ആർക്കും ശരീരത്തിലേക്ക് അങ്ങനെ ഏൽക്കുമ്പോൾ ഈ രക്ഷസിനെ അല്ലെങ്കിൽ പ്രേതത്തിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. ആ കൂടിയിരിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് അതിന് മുഴുവൻ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് സ്ഥലത്തുള്ളതായ ചൊവ്വയുണ്ടോ, ചാത്തനുണ്ടോ, ഗുളികനുണ്ടോ, കരിങ്കുട്ടിയുണ്ടോ, അല്ല മറ്റു പ്രേതാദികളാണോ, സർപ്പദേവതകളാണോ, ഇനിയെല്ലാം കഴിഞ്ഞ് ഇവരിലൊക്കെ ഉപാസിച്ചിരുന്നവരുടെ പ്രേതദുരിതങ്ങളും ഇതിലുണ്ടോ, അതിനെല്ലാം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത വരുള്ളൂ. അല്ലാണ്ട് രക്ഷസിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കുറേ സ്ഥലത്ത് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതിലേക്ക് വിഴിഞ്ഞിട്ടു, എനിക്ക് വഴിപാട് കൊടുത്തു, ഇത്ര കർമ്മം ചെയ്തു എന്ന് പറഞ്ഞു പോയിക്കൊള്ളണമെന്നില്ല. എന്ന് കർമ്മങ്ങൾ ചെയ്താലും പോയിക്കൊള്ളില്ല. ഇപ്പോ ഞാൻ കർമ്മത്തിന് വന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് പറഞ്ഞു, ഒരു നോക്കുന്ന ഒരാൾ പറഞ്ഞു അവിടെ നാഗങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്, കറുപ്പരുടെ കരിമുട്ടിയുടെ ഒക്കെ ദോഷങ്ങളുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല, ഒരു ഗണപതി ഹോമം കഴിഞ്ഞാൽ പോയിക്കൊള്ളുന്നു പറഞ്ഞു. ഒന്നും പോവില്ല. അത് എത്ര കർമ്മങ്ങൾ ചെയ്തും പോവില്ല. അതിനുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്ത് അവിടെ പെട്ടുകിടക്കുന്നത് ആരാണോ അതിന് കൃത്യമായിട്ട് നാഗങ്ങളിലാണെന്ന് വെച്ചെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് അവരുടെ പിടുത്തം പിടിപ്പിച്ചിട്ട്
സർപ്പപ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് വേണം അവിടെ കർമ്മം ചെയ്ത് അതിൽ അവിടെ ലയിപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ സർപ്പദുരിതമുണ്ട്, നമ്മളെ സർപ്പക്കാവിൽ പ്രമുഖ സർപ്പക്കാവുണ്ട്, അവിടെ പോയിട്ടൊരു രൂപ എടുത്തിട്ട് ഒഴിഞ്ഞു വെച്ചു, വെള്ളിയോണ്ടോ അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ സർപ്പപ്പേരി കഴിച്ചു പോയിക്കൊള്ളുന്നില്ല എന്നർത്ഥം. ആ മണ്ണിൽ ആ മണ്ണിൽ തന്നെ കിടക്കും. ശരീരത്തിലാണെങ്കിൽ ആ ശരീരത്തിൽ അതിനെ കർമ്മം ചെയ്തിട്ട് ശക്തിനെ പ്രതിമയ്ക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയതിന് ശേഷം കൊണ്ടുകൊടുക്കുക. എന്നിട്ട് അവിടെ കർമ്മം ചെയ്യുക, അവിടെ ഇരിപ്പിക്കുക, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് പ്രേതങ്ങൾ. ഈ പ്രേതങ്ങൾ ആവാഹിക്കുമ്പോൾ അതിനോടൊപ്പമുള്ള മൂർത്തികളുണ്ട് വെച്ചാൽ അതിനെ മാറ്റുക, പ്രേതങ്ങളതിനെ മാറ്റുക. എന്നിട്ട് അതിനെ വ്യക്തികൾ ആരാന്ന് കണക്കാക്കിക്കൊണ്ട് അത് സ്ത്രീയാണോ പുരുഷനാണോ, അവിടുത്തെ മുത്തച്ഛനാണോ മുത്തിയമ്മയാണോ, ആ സ്ഥലത്തുള്ളതാണോ ശരീരത്തിലുള്ളതാണോ പുറത്തുനിന്ന് കൂടിയിട്ടുള്ളതാണോ, അതിനൊക്കെ ഓരോരോ പ്രതിമ വെച്ച് ആവാഹിച്ചിട്ട് സാന്നിധ്യപ്പെടുത്തിയിട്ട് അതിന് ക്ഷേത്രപിണ്ഡം, തിലഹോമം, സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുക. അത് ആ കുടുംബത്തിലെ മരണപ്പെട്ടവരാണെങ്കിൽ വർഷാവർഷം കൃത്യമായിട്ട് മരണപ്പെട്ട നാൾക്കോ അല്ലെങ്കിൽ തുലാമാസിലെ വാവിനോ കർക്കിടക മാസിലെ മാവിനോ ഒരിക്കലുണ്ട് അതിന് കർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനൊക്കെ വരുമ്പോൾ ആ പ്രേതദോഷങ്ങളൊക്കെ മാറി നല്ലത് വരും. പിന്നെ അവരുടെ കുടുംബത്തിൽ ധർമ്മദൈവാദികളുള്ള ദുരിതം ഉണ്ടെങ്കിൽ ആ ദുരിതത്തിന് തീർത്ത് നിത്യം വിളക്ക് വെച്ച് ആചരിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെയൊക്കെ വരുമ്പോൾ വന്നിട്ടുള്ള ദുരിതങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ, ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. ചിലവരൊക്കെ എടുക്കാത്ത കാശ് പോലെ അവരൊക്കെ കൂട്ടിയിട്ടുണ്ടാവും, ഈശ്വരൻ വിളിക്കുമ്പോൾ പൊക്കോളൂന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് ചെയ്തിട്ട് ഏൽക്കുന്നില്ല. ഒരാവശ്യത്തിന് തന്നെ പല സ്ഥലത്ത് പോയിട്ട് അതിന് ഫലമില്ലാതെ വരുമ്പോൾ ഇതിനോട് വെറുപ്പായിട്ട് വരിക, പിന്നീട് വന്നോടത്ത് വെച്ച് കാണാമെന്ന് പറയും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനറിയാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. ദോഷങ്ങളൊക്കെ വിട്ടുമാറട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി. അപ്പം എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.